മാൻ ടു മാൻ മാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴും ആ ബോളിലേക്ക് എത്തിയതുമില്ല, ചാടി പോവുകയും ചെയ്തു, അവിടെ എത്തിയതുമില്ല. സോ ദാറ്റ് വാസ് ദ റീസൺ ഫോർ ദാറ്റ് ഗോൾ. കൃത്യമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു സെറ്റ് പീസ്. കോർണർ ഇൻടു ദ പെനൽറ്റി ഏരിയ ആൻഡ് ഫോർസ കൊച്ചി തിരിച്ചു വരുന്നു. ഓ മൈ ഗുഡ്നസ്, ഏറ്റവും മികച്ചൊരു ഗോളിലേക്ക്, ഏറ്റവും മികച്ചൊരു സമനില ഗോളിലേക്ക് സജീഷ് എത്തുമ്പോൾ പയ്യാമ്പലത്തെ കാറ്റിന് വീണ്ടും വേഗമേറുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ വീണ്ടും സജീഷ് അദ്ദേഹത്തിന്റെ ടൂർണമെന്റിലെ മറ്റൊരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് മുന്നിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായും ഫോർസ കൊച്ചിയുടെ പ്രതീക്ഷകളെ മറ്റു താരങ്ങൾക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡെലിവറിയാണ്. എന്തായാലും ഇൻസൈഡിലേക്ക് വീണ്ടും ആ ബോളുമായി കയറുന്നു. ഫോർസ കൊച്ചി എഫ്സി വീണ്ടും നീച്ചോ ഗിൽബർട്ടിന്റെ മധുര മനോഹരമായ ഗോളോടുകൂടി മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഇത് സൂപ്പർ ലീഗ് കേരളയിലെ പുതുചരിത്രമാകാനുള്ള സാധ്യത. ആൻഡ് സൂപ്പർ ലീഗിൽ ഇത് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് വരുന്ന ഫോർസ കൊച്ചി എഫ്സി. ആൻഡ് ഫോർസ കൊച്ചി എഫ്സി 2 കണ്ണൂർ വാരിയേഴ്സ് എഫ്സി 1. കുറച്ചുകൂടി ഒന്ന് ഡ്രിബിൾ ചെയ്ത് ഒറ്റക്കെടുത്ത് മുന്നിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷേ ഇവിടെ കൃത്യമായി തടുത്തിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. നേരെ മറുപുറത്തേക്ക് നല്ലൊരു കൗണ്ടർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൊച്ചി വീണ്ടും മുന്നിലേക്ക്. കൊച്ചിയുടെ മധുര മനോഹരമായ ചൈത്രയാത്ര വീണ്ടും ഇവിടെ മുന്നിലേക്ക് തന്നെ. കൊച്ചി എഫ്സി 3 and കണ്ണൂർ വാരിയേഴ്സ് എഫ്സി 1. സർപ്രൈസിംഗ്ലി ഇറ്റ്സ് അഗൈൻ ഫോർസ കൊച്ചി രണ്ടാം പകുതിയിലെ ആദ്യ ഗോൾ നേടുന്നു. 3-1 എന്നൊരു സ്കോർ ലൈനിൽ ഫോർസ കൊച്ചി ലീഡിംഗ് ബൈ 2 ഗോൾ. സ്ക്വയർ പാസ്. ഫോർസ കൊച്ചി എഫ്സി നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പണിംഗ് ആൻഡ് ഉബൈദ് സികെയെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫോർസ കൊച്ചി എഫ്സി ഇവിടെ ഗോൾ മഴ തീർക്കുന്ന കാഴ്ച. ഒരു ഗോൾ മഴ തീർക്കുന്ന കാഴ്ചയാണ് ഫോർസ കൊച്ചി. ആൻഡ് പയ്യാമ്പലത്ത് കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം അറബിക്കടലിന്റെ റാണി ഇവിടെ വിരുന്നെത്തിയത് ഒരു ഗോൾ മഴ കൊണ്ടാണ്. 4-1 എന്ന സ്കോർ നിലയിലേക്ക് മത്സരം എത്തിക്കുന്നു.